Good morning, students. Today we start with our first chapter, that is atomic structure and periodic classification of elements, and first we will be discussing about the atomic structure. In the previous class we have told that all the matter കൺസിസ്റ്റ് ഓഫ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ കാൾ ആറ്റംസ് അല്ലേ. നിങ്ങളുടെ ഏതൊരു മാറ്റർ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിനകത്തുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. സോ ആ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഓൾസോ ദാറ്റ് ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിരിക്കും, വളരെ സ്മോൾ ആയിട്ടുള്ളൊരു സബ് മെറ്റീരിയലാണ്. സോ അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി അറിയാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഫസ്റ്റായിട്ട് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയുക അല്ലെങ്കിൽ മാറ്ററിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞത് ജോൺ ഡോൾട്ടൺ ആണ്. ഈ 1980 it is 1819. Okay, so this is not 1918, it is 1819. Okay, 1819 ജോൺ ഡോൾട്ടൺ ആണ് ഫസ്റ്റ് ആയിട്ട് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മാറ്ററിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞത്. ഓക്കെ, so according to John Dalton, matter composed of small particles called atoms. Okay, and he considered that atoms are structureless hard spherical particle, and he also said that atoms cannot be divided. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് മാറ്ററിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റത്തിനെ പറ്റി ആദ്യമായിട്ട് ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ജോൺ ഡോൾട്ടണിൽ 1890. ഓക്കെ, അക്കോർഡിംഗ് ടു ജോൺ ഡോൾട്ടൺ പറഞ്ഞതാണ് എന്താണ്, ഏത് മാറ്റർ എടുത്താലും, മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് എ സ്പേസ്. നമ്മൾ ചുറ്റും കാണുന്ന ഏതൊരു സബ്സ്റ്റൻസും അതൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏതൊരു സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കും മാറ്റർ എന്ന് വിളിക്കും. സോ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. ഓക്കെ, ഇനി ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ജോൺ ഡോൾട്ടൺ പറഞ്ഞത്. ആറ്റം ഒരു സ്ട്രക്ചർലെസ്, അതിന് പ്രത്യേകിച്ചൊരു സ്ട്രക്ചറൊന്നുമില്ല. ഇറ്റ് ഈസ് എ ഹാർഡ് സ്പെറിക്കൽ പാർട്ടിക്കിളാണ്. അല്ല, ഒരു കുഞ്ഞു ഒരു ബോൾ പോലെ അല്ലെങ്കിൽ മുത്തു പോലെ ഒരു ഹാർഡായിട്ടുള്ളൊരു നമ്മളൊരു മുത്തെടുത്താൽ ഇറ്റ് ഈസ് എ ഹാർഡ് സ്പെറിക്കൽ മാസിനെയാണ് അല്ലെങ്കിൽ പാർട്ടിക്കിളിനെയാണ് ജോൺ ഡോൾട്ടൺ ആറ്റം എന്ന് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ദെൻ ജോൺ ഡോൾട്ടൺ ഓൾസോ ടോൾഡ് ദാറ്റ് ദ ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ്. അല്ലെ, ആറ്റമാണ് ഏറ്റവും സ്മോളസ്റ്റ്, അതിൻ്റെ ഫർദർ ഡിവിഷൻ ഇല്ല എന്നാണ് ജോൺ ഡോൾട്ടൻ്റെ തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പം ഇത് നടന്നത് 1890 ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് 19th century ആൻഡ് ഇൻ ദ ഏർലി 20th century വേറെ ഒരുപാട് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അങ്ങനത്തെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറീസ് നടന്നു. നമ്മൾ കെമിസ്ട്രിയൊക്കെ +2 ലെവലിലും ഒക്കെ പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ 10th വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തതെന്നുള്ളതും, കാഥോഡ് റേസ് വെച്ചിട്ട് ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത്, പ്രോട്ടോൺസിൻ്റെ പ്രസൻസ് അറിഞ്ഞത്, ന്യൂട്രോൺസിൻ്റെ. ഓക്കെ, അങ്ങനത്തെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ പറ്റി ഉള്ള ഇൻഫോർമേഷൻസ് വന്നു. സോ നൗ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ആറ്റം വാസ് നോട്ട് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. ദർ ആർ പാർട്ടിക്കിൾസ് വിച്ച് ആർ സ്മോളർ ദാൻ ആറ്റംസ്, അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് ഇനിയും സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, സോ ഐഡൻറ്റിഫൈഡ് സ്മോളർ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ആറ്റംസ്. എന്തൊക്കെയായിരുന്നു ആറ്റത്തിനകത്തുള്ള സ്മോളർ പാർട്ടിക്കിൾസ്? ദേ ആർ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ ദീസ് 3 പാർട്ടിക്കിൾസ് ആർ നൗ കോൾഡ് ആസ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ഏതൊരു മാറ്റർ എടുത്താലും നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ, ഏതൊരു മാറ്റർ എടുത്താലും അതിനകത്ത് സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റമാണ്. ആറ്റത്തിനകത്ത് വീണ്ടും ഫർദർ സ്മോളർ പാർട്ടിക്കിൾസ് ഉണ്ട്. ദേ ആർ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. They are charged particles actually, and now they are called as fundamental particles. Okay, next we will see what are the properties of these fundamental particles. Okay, so we will see what are the fundamental particles and what are its properties. Fundamental particles are protons, neutrons and electrons. Now we can see what are the properties of these particles. Okay, first we will see the property of electron. Electron is a negatively charged particle. Electron എന്ന് പറഞ്ഞാൽ എന്താണ്? It's a negatively charged particle and it has a charge equal to, അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. ആ ചാർജിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്രയാണ്? 1.60206 × 10⁻⁻19 കൂളംബ്. കൂളംബ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, ഇനി ആ ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ട്. ആ മാസ് എത്രയാണ്? 9.1091 × 10⁻31 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ, ചാർജിൻ്റെ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു
നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എപ്പോഴും പറയും 9.1 into 10⁻31 kilogram. Okay. Since the charge on the electron is the smallest charge of electricity, it is usual to speak on the charge of an electron as unit negative charge. Okay. നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ചാർജിന് ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ. ദെൻ ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 0.005487 AMU. എന്താണ് ഇവിടെയും ഒരു മാസ് പറഞ്ഞു, ഇവിടെയും ഒരു മാസ് പറഞ്ഞു. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ കിലോഗ്രാം, ഇവിടെ മാസിൻ്റെ യൂണിറ്റ് ഏതിലാണ് പറഞ്ഞത്? കിലോഗ്രാമിലാണ് പറഞ്ഞത്. ഇവിടെ മാസിൻ്റെ യൂണിറ്റ് ഏത് യൂണിറ്റിലാണ് പറയുന്നത്? AMU മീൻസ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതാണ് രണ്ട് വാല്യൂ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ യൂണിറ്റും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. എനിവേ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇലക്ട്രോൺസ് എവിടെയാണ് കാണുന്നത്? ആറ്റത്തിനകത്തുള്ള സംഭവം അല്ലേ? They are negatively charged particle. They have the mass equal to 9.1 into 10⁻31 kilogram and charge is equal to 1.6 into 10⁻19 coulomb. Okay. Next we will see what are the properties of a proton. Proton is a positively charged particle with charge equal and opposite to that of electron. Okay. ഇലക്ട്രോണിന് ഒരു നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മളെപ്പോഴും പറയുന്നത് E-1 ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? P+1. ദാറ്റ് ഈസ് ചാർജ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? ഈക്വലുമാണ്, ബട്ട് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ മാസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. മാസ് എത്രയാണ്? ഇറ്റ് ഈസ് 6.7 into 10⁻27 kilogram. So the mass of proton is, sorry, not 6.7, it is 1.6 into 10⁻27 kilogram. Then proton carry a unit positive charge. Unit means ഒരു positive charge അല്ലേ? It carries a one positive charge or unit positive charge and it has a mass equal to 1.00728 atomic mass unit. Okay, that is the properties of proton. Next is a neutron. Okay, neutron means neutral particles. അതിന് ചാർജ് ഒന്നുമില്ല. their charge is 0. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ വിളിക്കുന്നത്. ന്യൂട്രൽ ആയതുകൊണ്ടാണ് they are called as neutron. Okay, they are called neutral particles and have the mass, and അവരുടെ മാസ് എത്രയാണ്? 1.6748 into 10⁻27 kilogram. The neutron carries no charge and has a mass equal to 1.00866 AMU. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസും അവരുടെ പ്രോപ്പർട്ടീസും. ഓക്കെ, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയുന്നത്, സിൻസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് എപ്പോഴും ആറ്റത്തിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാകും. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഒരു മാറ്റർ എടുത്താൽ ഒരു ആറ്റം ഉണ്ടാവും. ആറ്റം എടുത്താൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നു, ഹൗ ദേ ആർ അറേഞ്ച്ഡ് അല്ലേ? ഹൗ ദീസ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഗോട്ട് അറേഞ്ച്ഡ് ഇൻസൈഡ് ദ ആറ്റം. സോ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ആറ്റം വന്നു. അതിനാണ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ആറ്റം മോഡൽസ്. അപ്പോൾ ആറ്റം മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ദേ ആർ അറേഞ്ച്ഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് എന്താണ് എക്സ്പ്ലനേഷനെയാണ് നമ്മൾ പറയുന്നത് ആറ്റം മോഡൽസ് എന്ന് പറയുന്നത്. സെവറൽ ആറ്റം മോഡൽസ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു 2-3 മാത്രമേ എന്താണ് കുറച്ച് ശ്രദ്ധ പിടിച്ചു വരിക, എല്ലാവരും ശ്രദ്ധിക്കുകയും അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ കുറേയധികം പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതും ഒരു 2-3 മോഡൽസ് ആയിരുന്നു. ആ 2-3 മോഡൽസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൗ ദ ആറ്റംസ് ആർ അറേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അതാണ്, the arrangement of fundamental particles in the atom. So coming to the arrangement of particles, arrangement of fundamental particles in an atom, first atom model എന്ന് പറഞ്ഞാൽ it is developed by Rutherford model. So it is called the Rutherford nuclear model of atom. Okay, Rutherford model of atom. So after the discovery of electron, proton and neutron, scientists started thinking of arrangement of these particles in an atom. The first successful model was proposed by Rutherford called Rutherford
nuclear model of atom. So what are the features of, what are the postulates of this Rutherford model of atom? Rutherford model of atom നമ്മൾ സോളാർ സിസ്റ്റം പോലെയാണ് പറയുന്നത്. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ സിസ്റ്റത്തിൽ സെൻറ്ററിൽ സൺ കാണും, അതിൻ്റെ ചുറ്റും നമുക്ക് എന്തുണ്ടാവുന്നു? ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് ഉണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചറും എന്നാണ് ആര് പ്രൊപ്പോസ് ചെയ്തത്? റൂദർഫോർഡ് പ്രൊപ്പോസ് ചെയ്തത്. റൂദർഫോർഡ് പറഞ്ഞത് സണ്ണിനെ പോലെ ഒരു ആറ്റം എടുത്താൽ ന്യൂക്ലിയസ് എവിടെ ഉണ്ടാവും? സെൻറ്ററിലുണ്ടാവും. ഓക്കെ, ഇനി പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് പോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യും? ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. അതുകൊണ്ട് ഈ മോഡലിനെ നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റംസ് എന്നാണ് വിളിക്കുന്നത്. പ്ലാനറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്ലാനറ്റ്സിൻ്റെ മോഷൻ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് നമ്മളതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റംസ് എന്ന് വിളിക്കുന്നു. സോ നൗ വി ക്യാൻ സി വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ദിസ് Rutherford model of atom. So first postulate is that in an atom the entire mass and the positive charge is concentrated in a very small region at the center known as nucleus. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്നാണ് പറയുന്നത് ആറ്റത്തിൻ്റെ എൻ്റയർ മാസും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മാസ് മാത്രമല്ല പോസിറ്റീവ് ചാർജും, ദാറ്റ് മീൻസ് പ്രോട്ടോൺസും എവിടെ തന്നെയായിരിക്കും ഇരിക്കുക? ന്യൂക്ലിയസിൽ തന്നെയായിരിക്കും ഇരിക്കുക. സോ ദ എൻ്റയർ മാസ് ആൻഡ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താണ്? ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് വിച്ച് ആർ റിവോൾവിംഗ് അറൗണ്ട് ഇറ്റ് ഇൻ എ വെരി ഹൈ സ്പീഡ്. Since an atom is electrically neutral, the total negative charges of all the electrons is equal to the total positive charge of the nucleus. Okay, അപ്പോൾ ന്യൂക്ലിയസ് ആയി. ഇനി ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് വിച്ച് ആർ റിവോൾവിംഗ് അറൗണ്ട് ഇറ്റ് ഇൻ വെരി ഹൈ സ്പീഡ്. ഓക്കെ, അപ്പോൾ അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇറ്റ് ഹാവ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്താണ്? വെരി ഹൈ സ്പീഡിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, സിൻസ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് ന്യൂക്ലിയസിന് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് എവിടെ ഉണ്ടാകും? ഈ ഇലക്ട്രോൺസിനും ഉണ്ടാകും. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഓക്കെ, സോ ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് വിച്ച് ആർ റിവോൾവിംഗ് അറൗണ്ട് ഇറ്റ് അറ്റ് എ വെരി ഹൈ സ്പീഡ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്താണ് പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം, ദാറ്റ് ഈസ് most of the space in an atom that is between the nucleus and the electron revolving is empty. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംറ്റി എന്നാണ് പറയുന്നത്. ദെൻ ദ ഹോൾ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് ഡ്യൂ ടു ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. Then, the Rutherford model was analogous to that of the solar system, where nucleus may be compared to the sun and the electrons to the planets revolving around the sun. Okay, നമ്മൾ already explain ചെയ്തതാണ്. ഇത് എന്തിന് സിമിലർ ആണ്? ഇറ്റ് ഈസ് സിമിലർ ടു ദ സോളാർ സിസ്റ്റം, where the nucleus എന്തിന് ഈക്വലൻ്റ് ആണ്? സണ്ണിന് ഈക്വലൻ്റ് ആണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട്, ഇലക്ട്രോൺസ് similar to that of planets revolving around the sun. As a result, the electrons were called the planetary electrons. അതുകൊണ്ട് നമ്മൾ ഈ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന ഒന്നാണ് പ്ലാനറ്ററി ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇനി ഈ മോഡലിന് ചെറിയൊരു അസംഷൻ ഉണ്ട്. ദറ്റ് ഈസ് ഇപ്പം ഈ മോഡൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ദർ ഈസ് ഇൻ ദ മിഡിൽ യു ഹാവ് ദ ന്യൂക്ലിയസ് അല്ലേ. മിഡിൽ നിങ്ങൾക്ക് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? യു ഹാവ് protons and also the neutrons. Okay, inside the nucleus have protons and neutrons. So all the positive charge of the atom is concentrated in the nucleus. Okay, ഇനി പറയുന്നത് it is surrounded by electrons അല്ലേ. It is surrounded by electrons. Electrons എന്ത് ചെയ്തു? ഇതിന് ചുറ്റും ഇങ്ങനെ ഹൈ സ്പീഡായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ട്രോൺസ് ഈസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് ദിസ് ന്യൂക്ലിയസ് ഇൻ വെരി ഹൈ സ്പീഡ്. ഓക്കെ, ഇനി ആറ്റം അസച്ച് ന്യൂട്രൽ ആയതുകൊണ്ട് ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് എവിടെ ഉണ്ടാവും? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാകും അല്ലേ. ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഇതിന് ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാകും. ഇനി
അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു സൺ അല്ലേ. ദിസ് ഈസ് സൺ ആൻഡ് ദീസ് ആർ ദ പ്ലാനറ്റ്സ്. ഇത് പ്ലാനറ്റ്സിന് സിമിലർ ആയതുകൊണ്ട് നമ്മളിതിനെ ഈ ഇലക്ട്രോൺസിനെ എന്തെന്ന് വിളിക്കുന്നു? പ്ലാനറ്ററി ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ വേറൊരു സ്റ്റെബിലിറ്റിയെ പറ്റി പറയണം. നമ്മൾ കണ്ടു ഇത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്, പ്ലസ് ആരും കൊണ്ടുണ്ട് ഒരു പോസിറ്റീവ് ചാർജുമുണ്ട്. ഇതിന് ചുറ്റും യു ഹാവ് എന്താണ്? ഇലക്ട്രോൺസ് അല്ലേ. ഇലക്ട്രോൺസിൻ്റെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഈ ഇലക്ട്രോൺസിന് എന്തിന് പോസിബിലിറ്റി ഉണ്ട്? നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിന് വേണമെങ്കിൽ ഇതിനകത്തോട്ട്, ഈ ഇലക്ട്രോൺസിന് വേണമെങ്കിൽ ഇതിനകത്തോട്ട് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നടക്കത്തില്ല. റീസൺ എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ ഇങ്ങനെ സർക്കുലറായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, യു ഹാവ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഈ പോസിറ്റീവ് ചാർജ് ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കത്തില്ലേ, ആ ഫോഴ്സും ബാലൻസ് ചെയ്യും. ദാറ്റ് ഈസ് ഇത് ഇങ്ങോട്ട് വലിക്കുന്ന ഫോഴ്സ്, ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണിനെ വലിക്കുന്ന ഫോഴ്സ് 10 ആണെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും എത്ര തന്നെയാണ്? 10 ആണ്. ദാറ്റ് ഈസ് അവർ രണ്ടും കൂടെ ബാലൻസ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഇലക്ട്രോൺ ഏത് പൊസിഷനിൽ തന്നെ ഇരിക്കും? ഇങ്ങനെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന പൊസിഷനിൽ തന്നെ ഇലക്ട്രോൺ ഇരിക്കും. അതാണ് നമ്മളെ ലാസ്റ്റ് പോയിന്റ് ഞാൻ വായിക്കാതെ അവിടെ വിട്ടത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോ ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇൻ ദിസ് മോഡൽ ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ ഈസ് ബാലൻസ്ഡ് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ ഈസ് ബാലൻസ്ഡ് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ദാറ്റ് ഈസ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് അക്വേർഡ് ബൈ ദ ഇലക്ട്രോൺ is balanced by the centrifugal force acquired by the electrons due to the planetary motion around the nucleus. This prevents the electrons from falling in the nucleus. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതുപോലെ തന്നെ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനും എന്താണ്? ബാലൻസ് ചെയ്യുന്നത് കാരണം അവർ ഈ ഇലക്ട്രോൺസ് ഒരിക്കലും ന്യൂക്ലിയസിനകത്തോട്ട് വന്ന് വീഴത്തില്ല, പക്ഷേ സ്റ്റേബിളായിട്ട് ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദ എന്താണ് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു തിയറിയാണ്. ദാറ്റ് ഈസ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഇനി റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ ഇത് തന്നെയാണ്, അതിൻ്റെ റൊട്ടേഷൻ, ഇലക്ട്രോൺസിൻ്റെ ചുറ്റുമുള്ള റൊട്ടേഷൻസ് തന്നെയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഇങ്ങനെ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺസ് ഒരു ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്, ഏതൊരു പാർട്ടിക്കിളായിക്കോട്ടെ, ചാർജ്ഡ് ആയിട്ടുള്ള ഏതൊരു പാർട്ടിക്കിളായാലും ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് എങ്ങോട്ട് വന്ന് ഡ്രോപ്പ് ചെയ്യും? ആ ന്യൂക്ലിയസിനകത്തോട്ട്. അതിൻ്റെ എനർജി എല്ലാം ലൂസ് ചെയ്തിട്ട് അത് വന്ന് ആ ന്യൂക്ലിയസിലോട്ട് ഡ്രോപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു സംഭവം പൊതുവെ ആറ്റത്തിനകത്ത് നടക്കാറില്ല. അതായിരുന്നു ഈ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ എ ന്യൂ മോഡൽ കെയിം, ദാറ്റ് ഈസ് കോൾഡ് ബോർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, സോ അപ്പോൾ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സോ ആൻഡ് ദ മോഡൽ കെയിം ദാറ്റ് ഈസ് കോൾഡ് ദ ബോർ മോഡൽ ഓഫ് ആറ്റം, BOHR, ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇതാണ്. The electrons in an atom revolve around the nucleus only in certain selected circular path called orbits. അപ്പോൾ ഇവിടെയും സെൻട്രൽ ആര് തന്നെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് എവിടെയാണ് റിവോൾവ് ചെയ്യുന്നത്? ഇൻ ദ സെലക്റ്റഡ് പാർട്ട്. ഓക്കെ, ഒരു പാത്ത് ഈ 1 എന്ന് എഴുതിയിരിക്കുന്ന പാത്ത്, രണ്ടാമത്തെ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്, മൂന്നാമത്തെ പാത്ത്, നാലാമത്തെ, ഓക്കെ, തേർഡ് പാത്ത്, ഫോർത്ത് പാത്ത്. ഓക്കെ, സോ അതൊരു സെലക്റ്റഡ് പാത്തിൽ കൂടെ മാത്രമേ ആര് മൂവ് ചെയ്യത്തുള്ളൂ? ഇലക്ട്രോൺസ് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദീസ് ഓർബിറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡെഫിനിറ്റ് എനർജി ആൻഡ് ആർ കോൾഡ് എനർജി ഷെൽസ് ഓർ എനർജി ലെവൽസ് ഓർ ക്വാണ്ടം ലെവൽസ്. ഓക്കെ, ഇനി ഓരോ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ആദ്യത്തെ പോയിന്റ് എന്താണ്? ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓൺലി സെലക്റ്റഡ് സർക്കുലർ പാത്ത്. ഒരു സെലക്റ്റഡ് സർക്കുലർ പാത്തിൽ കൂടെ മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുള്ളൂ. ആ സർക്കുലർ പാത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഫിനിറ്റ് എനർജി അതിനുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ സർക്കുലർ പാത്തിനെ എന്തെന്ന് വിളിക്കുന്നു? എനർജി ഷെൽസ് ഓർ എനർജി ലെവൽസ് ഓർ ക്വാണ്ടം ലെവൽസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി ആ ഫസ്റ്റ് പാത്തിനെ നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ K കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഓർബിറ്റ് ഈസ് കോൾഡ് ദ K ഓർബിറ്റ്.
സെക്കൻഡ് ഓർബിറ്റ് ഈസ് കോൾഡ് 2 അല്ലെങ്കിൽ L വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. തേർഡ് ഓർബിറ്റ് ഈസ് കോൾഡ് M ആൻഡ് ഫോർത്ത് ഓർബിറ്റ് ഈസ് കോൾഡ് N. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇഫ് യു ഹാവ് എ ന്യൂക്ലിയസ് ഹിയർ, ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്തുണ്ടാകുന്ന ഒരു ഫസ്റ്റ് ക്ലോസ്ഡ് പാത്ത് കാണും. അതിനെ നിങ്ങൾ 1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് K എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഈ ക്ലോസ്ഡ് പാത്തിനാണ് നിങ്ങൾ എന്താണ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആയതുകൊണ്ട് എനർജി ലെവൽസ് എന്നോ അല്ലെങ്കിൽ എന്താണ് എനർജി ഷെൽസ് എന്നോ ക്വാണ്ടം ലെവൽസ് എന്നോ വിളിക്കും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സെക്കൻഡ് ഷെൽ കാണും. സെക്കൻഡ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങളാണ് ഡിനോട്ട് ചെയ്യുന്നത്? 2 അല്ലെങ്കിൽ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു. തേർഡ് ഈസ് കോൾഡ് M ഷെൽ ആൻഡ് ഫോർത്ത് ഈസ് കോൾഡ് N ഷെൽ. ഓക്കെ, ഇങ്ങനെയായിരിക്കും എന്താണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. സോ അടുത്തത് എന്താണ്? സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഓർ ഗെയിൻ എനർജി. ദിസ് മീൻസ് ദാറ്റ് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ എനർജി ഷെൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദെയർഫോർ ദീസ് ഓർബിറ്റ്സ് ആർ കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതൊരു ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് മാത്രമേ ഇട്ടുള്ളൂ. ദിസ് ഈസ് ദ K ഷെൽ ആൻഡ് ദിസ് ഈസ് ദ L ഷെൽ. അല്ലേ, ഇത് K ഷെൽ, ദിസ് ഈസ് ദ L ഷെൽ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഇനി ഈ ഇലക്ട്രോൺ എപ്പോഴെല്ലാം K ഷെല്ലിലോട്ട് ഇരുന്നാലും അതിൻ്റെ എനർജി എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഇലക്ട്രോണ് L ഷെല്ലിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ എനർജിയും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഓർ ഗെയിൻ എനർജി. അത് എനർജി പുറത്തുനിന്ന് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തില്ല. ദാറ്റ് ഈസ് അവർക്കുള്ള എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. This means that energy of the electron in a particular energy shall remain constant. So this orbit is also called stationary states. Energy constant ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഓർബിറ്റ്സിനെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നും വിളിക്കും. Next, only those orbits are permitted in which angular momentum of the electron is a whole number multiple of h by 2 pi, where h is the Planck's constant. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ എന്താണ് ആംഗുലാർ ഇതാണ് അവിടുത്തെ പോയിന്റ്. എന്താണ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു h by 4 pi, h by 2 pi അല്ലേ. ഓക്കെ, ഇറ്റ് ഈസ് h by 2 pi. ഓക്കെ, h by 2 pi. ഓക്കെ, സോ ഹിയർ ആദ്യം നോക്കാം എന്താണ് ആംഗുലാർ മൊമെൻറ്റം. ഫസ്റ്റ് എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിനൊരു മാസ് ഉണ്ടാവും. ഒരു മൂവിങ് സബ്സ്റ്റൻസ് എടുക്കുക, ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് എടുക്കുക. അതിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എത്ര സ്പീഡിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നത്? മൊമെൻറ്റം കൊണ്ട് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു മൊമെൻറ്റം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ മൂവ് ചെയ്യുന്നത് ഏത് പാത്തിൽ കൂടെയാണ്? ഒരു സർക്കുലർ പാത്തിലായതുകൊണ്ട് നമ്മൾ പറയുന്നു അതിനൊരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു mvr. സോ ഒരു ഇലക്ട്രോണിന് ഒരു ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ അതിനെന്തുണ്ടാവുന്നു? ഇറ്റ് ഹാവ് ആൻ ആംഗുലാർ മൊമെൻറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു mvr. ഇനി ബോർ മോഡലിൽ ഒരു പോസ്റ്റുലേറ്റ് പറയുന്നതാണ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കണം? h ഡിവൈഡഡ് ബൈ 2 pi എന്ന് പറയുന്നൊരു വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് അതിനൊരു വാല്യൂ ഉണ്ട് 6.623 × 10⁻34 ജൂൾസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ എന്താണ്? 3.14. ഓക്കെ, ഇതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. സപ്പോസ് ഞാൻ ആ വാല്യൂവിനെ 100 എന്ന് ഇട്ടു. ഓക്കെ, 100 ഒന്നുമല്ല, ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഇടുന്നതാണ്. ഈ രണ്ടും കൂടെ ഇത്രയും കൂടെ നമ്മൾ എന്താണ് സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് എ വാല്യൂ 100 എന്നാണെങ്കിൽ, ഇനി അടുത്ത mvr, ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് mvr അല്ലേ. ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം, ഇലക്ട്രോൺ ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയാം. ആകെ കൂടി നമുക്ക് എന്ത് മാത്രമാണ് മാറുന്നത്? റേഡിയസ് മാത്രമാണ് മാറുന്നത്. ദാറ്റ് ഈസ് ഇപ്പം ആദ്യത്തെ ഓർബിറ്റിൽ, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ആദ്യത്തെ ഓർബിറ്റിലിരിക്കുമ്പോൾ റേഡിയസിന് നമുക്ക് സപ്പോസ് എന്തെന്നിടാം? 1 എന്നിടാം അല്ലേ. ആ റേഡിയസ് 1 എന്നിടുമ്പം ഇതിനൊരു ഇത്രയും ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടത്തില്ലേ?
ഓക്കെ, അത് 100-ന് ഈക്വൽ ആയാൽ ഈ റേഡിയസിലുള്ള ഈ ഓർബിറ്റ് പോസിബിളാണ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇലക്ട്രോണിൻ്റെ മാസും അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും അത് ഏത് സർക്കുലർ ഏത് ഓർബിറ്റിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുമല്ലോ. അതിനല്ലേ നിങ്ങൾ R എന്ന് പറയുന്നത് അല്ലേ? ഈ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? R എടുക്കുക. ആ Rഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒന്നുകിൽ 100 കിട്ടണം, അല്ലെങ്കിൽ n ടൈംസ് ഇതിൻ്റെ n ടൈംസ്, അല്ലെങ്കിൽ എന്താണ് 200 കിട്ടണം, അല്ലെങ്കിൽ 300 കിട്ടണം. ഇങ്ങനെയുള്ള ഓർബിറ്റ്സിൽ മാത്രമേ ആരിയ്ക്കത്തുള്ളൂ? ഇലക്ട്രോൺസ് ഇരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ പറയുന്നു, അപ്പം ആദ്യത്തെ ഓർബിറ്റ് 1 അല്ലേ, 1 ഇട്ടപ്പോൾ ഇവിടെ വാല്യൂ 1 ഇട്ടപ്പോൾ നിങ്ങൾക്ക് 100 കിട്ടി. സോ ഈ 1-ൽ ഇലക്ട്രോൺ ഇരിക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഇവിടെ 2 എന്ന് പറയുന്ന വേറൊരു ഓർബിറ്റ് ഇരുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞതാണ് യു ഹാവ് MVR h/2π ഈക്വൽ ആവണം. ഞാൻ വെറുതെ അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ വാല്യൂവിന് h/2π ഞാൻ വെറുതെ അപ്രോക്സിമേറ്റ് ആയിട്ട് എന്തെന്നിട്ടു? 100 എന്നിട്ടു. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിലിവിടെ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇതാണ് ഫസ്റ്റ് N=1 ഓർബിറ്റ്, ദെൻ അടുത്ത ഇവിടെ എന്തുണ്ട്? ഒരു 2 ഓർബിറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെയും ഈ ഒരു ഇലക്ട്രോൺ അല്ലേ, ഈ 1 എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? MVR കണ്ടുപിടിച്ചാൽ മാസ് നമുക്കറിയാം, വെലോസിറ്റി ഇലക്ട്രോണിൻ്റെ കണ്ടുപിടിക്കണം, R1 അല്ലേ. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സപ്പോസ് ഇറ്റ് ഈസ് 1 എന്നാണെങ്കിൽ ഞാൻ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇലക്ട്രോണിന് ഈ ഓർബിറ്റിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓർബിറ്റ് ഇലക്ട്രോൺസിനെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്താണ് എലിജിബിളാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അടുത്ത ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ 2 എന്നാണെങ്കിൽ അടുത്ത ഞാൻ കണ്ടുപിടിക്കുന്നു ഈ ഇലക്ട്രോണിൻ്റെ MVR കണ്ടുപിടിക്കുന്നു. ഈ 2ൻ്റെ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു 2, അത് 200 ആണെങ്കിലും, കാരണം n/h/π ആണെങ്കിലും നമുക്ക് പോസിബിളാണ്. ഈ 100ൻ്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും ഇൻറ്റിജറായിട്ടുള്ള മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് 1 2 3 4 5 6 അങ്ങനത്തെ ഇൻറ്റിജറായിട്ടുള്ള മൾട്ടിപ്പിൾ വന്നാൽ ആ ഓർബിറ്റ് പോസിബിളാണ്. ഓക്കെ, സപ്പോസ് ഞാൻ ഇവിടെ ഒരു വേറൊരു ഓർബിറ്റ് എടുക്കുന്നു, ഇതിൻ്റെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ 1.5 ആണ്, അല്ല 1.5 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ്? 1.5 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? m/v/1.5. അപ്പോൾ എനിക്ക് കിട്ടിയത് 150 ആണ്. ഇത് ഓർബിറ്റ് പോസിബിളാണോ? ഈ ഓർബിറ്റ് പോസിബിളാണോ? അല്ല. കാരണം എന്താണ്? 100ൻ്റെ മൾട്ടിപ്പിളായിട്ട് കിട്ടിയാൽ മാത്രമേ ഈ ഓർബിറ്റ് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് മാത്രമേ ആരിയ്ക്കത്തുള്ളൂ? ഇലക്ട്രോൺസ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതാണൊരു കണ്ടീഷൻ. എല്ലാ സർക്കുലർ പാത്തിലും ആര് കയറി ഇരിക്കത്തില്ല? ഇലക്ട്രോൺസ് കയറി ഇരിക്കത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ചിലപ്പോൾ ഒരുപാട് സർക്കുലർ പാത്സ് ഇങ്ങനെ കാണും, എല്ലാത്തിനകത്തും ആര് കയറി ഇരിക്കത്തില്ല? ഇലക്ട്രോൺസ് കയറി ഇരിക്കത്തില്ല. ഇലക്ട്രോൺസ് എവിടെ മാത്രമേ ഇരിക്കത്തുള്ളൂ? വെൻ ദ പ്രോഡക്റ്റ് m/v/r അല്ലേ, എന്തിന് ഈക്വൽ ആകണം? h/2π അല്ലെങ്കിൽ nh/2πക്ക് ഈക്വൽ ആയിരിക്കണം. ഞാൻ ഇവിടെ അടുത്ത് 100 പറഞ്ഞാൽ ഒന്നുകിൽ അത് 100 200, ഞാനത് ഈ വാല്യൂ ഒന്നും ഇല്ല നിങ്ങൾക്ക്, ഞാനിതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. MVR എന്തിന് ഈക്വൽ ആയിരിക്കണം? nh/2πക്ക് ഈക്വൽ ആയാൽ അങ്ങനെയുള്ള ഓർബിറ്റ്സ് മാത്രമേ പോസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർബിറ്റ്സിൽ മാത്രമേ ആരിയ്ക്കത്തുള്ളൂ? ഇലക്ട്രോൺസ് ഇരിക്കത്തുള്ളൂ. ഇനി ആ പോസ്റ്റ്ലേറ്റ് നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം. എന്താണ് നമ്മുടെ പോസ്റ്റ്ലേറ്റ്? ഓക്കെ, ഇതാണ് പോസ്റ്റ്ലേറ്റ്. ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ വിച്ച് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ ഈസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. ദാറ്റ് ഈസ് h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, പൈൻ്റെ വാല്യൂ ഉണ്ട്, 2നും വാല്യൂ ഉണ്ട്. ഓക്കെ, സോ ആൻ ഇലക്ട്രോൺ ലൈക്ക് എനി അതർ മൂവിങ് ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഹാസ് ആൻ ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു MVR. നമ്മൾ കണ്ടതാണ് അല്ലേ, വെർ m ഈസ് എ മാസ് ഓഫ് ദ ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി v and r ഈസ് എ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. Then according to the Bohr, the angular momentum is a whole number multiple of h/2π. that is MVR എന്തിന് ഈക്വൽ ആയിരിക്കണം? nh/2πക്ക് ഈക്വൽ ആയിരിക്കണം. അവിടുത്തെ n എന്ന് പറഞ്ഞാൽ മേ ബി 1 ആകാം, 2 ആവാം, 3 ആവാം.
അല്ലാതെ 1.5 2.5 അങ്ങനെയൊന്നും ആകാൻ പാടത്തില്ല. ഇതെന്തിനേ പാടുള്ളൂ 1 2 3 അങ്ങനെ ഇൻഡിജേഴ്സ് മാത്രമേ പോസിബിൾ. ഓക്കെ, സോ ദിസ് പോസ്റ്റ്ലേറ്റ് therefore introduce the concept of quantization of angular momentum. ഇറ്റ് ഈസ് ഇങ്ങനൊരു ഇത് വന്നത് കാരണം നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിന് കൃത്യമായിട്ടൊരു വാല്യൂ കിട്ടി. അത് ബോർ മോഡലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, so next we move on to the last postulate, that is എന്താണ്, if the electron jumps from one stationary state to the another, it will absorb or emit radiation of definite frequency giving a spectral line of that frequency which depends upon the initial and final level. എത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം ആദ്യത്തെ കേസിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോണ് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ഗെയിൻ എനർജി. ഓക്കെ, കാരണം ലോവർ, ഇത് നമ്മളെപ്പോഴും പറയുന്നു ന്യൂക്ലിയസിൻ്റെ അടുത്തിരിക്കുന്ന എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലോവർ എനർജി ആയിരിക്കും. ആ ലോവറിൽ നിന്ന് അത് ഹയർ എനർജിയിലോട്ട് വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഗെറ്റ് എക്സ്ട്രാ എനർജി അല്ലേ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്, മുകളിലത്തെ സ്റ്റെപ്പിലോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, എനർജി വേണം. അതുപോലെ തന്നെയാണ് ഇതാണ് ന്യൂക്ലിയസ് ആണ് എപ്പോഴും ലോവർ എനർജിയിൽ നിൽക്കുന്നത്. ആ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള കെ ഷെല്ലിന് എപ്പോഴും എന്തായിരിക്കും, ലോവർ എനർജി ആയിരിക്കും. അവിടെ നിന്ന് അത് മുകളിലോട്ട് എന്താണ്, രണ്ടാമത്തെ സ്റ്റെപ്പായ എൽ ഷെല്ലിലോട്ട് പോകണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗെറ്റ് എനർജി. അത് പുറത്തുനിന്ന് അത് എങ്ങനെയെങ്കിലും, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. എനിവേ ഇറ്റ് ഹാസ് ടു ഗെറ്റ് സം എനർജി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് എങ്ങോട്ട് ചാടത്തുള്ളൂ, ഇങ്ങോട്ട് ചാടത്തുള്ളൂ. ഓക്കെ, ഇനി തിരിച്ചും നമുക്ക് പറയാം, ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഇരിക്കുകയാണ്. ആ ഇലക്ട്രോൺ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാണോ ഇത് ഇവിടെ നിന്ന് ഇവിടെ പോകാൻ അബ്സോർബ് ചെയ്തത് അത്രയും അതെന്ത് ചെയ്യുന്നു, തിരിച്ച് പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹയറിൽ നിന്ന് ലോവറിലോട്ട് പോകുമ്പോൾ ഈ ഉള്ള എനർജി എന്ത് ചെയ്യുന്നു, അത് തിരിച്ച് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ടു ദ അനദർ ഇറ്റ് വിൽ അബ്സോർബ് ഓർ എമിറ്റ് റേഡിയേഷൻ ഓഫ് ഡെഫിനിറ്റ് ഫ്രീക്വൻസി ഗിവിങ് എ സ്പെക്ട്രൽ ലൈൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്പെക്ട്രം കാണുമ്പോൾ പഠിക്കാം. ഓഫ് ദ ഫ്രീക്വൻസി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ലെവൽ. ഫോർ എക്സാമ്പിൾ, വെൻ എനർജി is applied to an atom, its electron absorbs one or more quantum of energy and jumps to higher energy level. The energy state of electron is called it excited state. ഇനി താഴെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ മുകളിലോട്ട് പോയാൽ നമ്മൾ പറയാം അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് പറയും. ഓക്കെ, ലോവർ ലെവലിൽ ഇരുന്നാൽ നമ്മൾ പറയാം അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്നും, മുകളിലോട്ട് പോയാൽ നമ്മൾ പറയാം അത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെന്നും നമ്മൾ പറയും. ഓക്കെ, സോ excited state. For example, as shown the figure, when electron absorbs energy equal to E2 minus E1 എന്ന് പറഞ്ഞാൽ ഇതിനൊരു എനർജി നമ്മൾ നേരത്തെ കണ്ടു, ഈ ഷെല്ലിനൊരു പർട്ടിക്കുലർ എനർജി കാണും, അതുപോലെ ഈ ഷെല്ലിനൊരു പർട്ടിക്കുലർ എനർജി കാണും. അപ്പം ഈ E2 മൈനസ് E1 ആണ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യേണ്ടത്, അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ എങ്ങോട്ട് പോകേണ്ടത്, ഇവിടോട്ട് വരേണ്ടത്. ഓക്കെ, ആ എത്ര എനർജി വേണം അതെന്ത് ചെയ്യാൻ, അബ്സോർബ് ചെയ്യേണ്ടത്. ഓക്കെ, higher energy, when the electron jumps back to the lower energy, it radiates the same amount of energy. The amount of energy emitted or absorbed is given by the difference in energy of the two level, that is delta E എന്ന് പറഞ്ഞാൽ എന്താണ്, E2 minus E1. that is ഇവിടെ ഉള്ള ഡിഫറൻസ് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ എനർജി E2ഉം ഇതിൻ്റെ എനർജി E1 എന്ന് എഴുതിയാൽ ഡെൽറ്റ E എന്ന് പറഞ്ഞാൽ എന്താണ്, E2 minus E1 ആയിരിക്കും. ഓക്കെ, where E1 and E2 are the energy of the two energy levels. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ പോസ്റ്റ്ലേറ്റ്സ്. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എസ് ക്ലോസ്ഡ് സർക്കുലർ പാത്ത് കാൾഡ് ഓർബിറ്റ്സ്. രണ്ടാമത്തെ എന്താണ്, as long as electron remains in a particular orbit its energy is constant. മൂന്നാമത്തെ എന്താണ്, the angular momentum of the electron is equal to nh by 2pi. Last postulate, if electron jumps from one energy level to another it will either lose or gain energy. അത്രയും മാത്രം ഇപ്പം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതിന് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, it helps to calculate the energy of electron in a particular orbit in hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചു, ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ്. സോ today what are the things we have discussed? We have seen what are the fundamental particles, what are its properties, then how these fundamental particles are arranged in atom. That is, we have seen two different models of atom. അല്ലേ, ഏതൊക്കെയാണ്, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, ഓൾസോ ദ ബോർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, റിമൈനിങ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.